എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വട്ടയപ്പം അല്ലെങ്കിൽ കിണ്ണത്തപ്പം. ഒരു പ്ലേറ്റിനകത്താണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരെണ്ണം ഞാൻ ഇഡലി തട്ടിലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്. നമുക്ക് 4 മണി പലഹാരമൊക്കെ ആയിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അരിപ്പൊടി വേണം, ഈസ്റ്റ് വേണം, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയും കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം വെളുത്ത അപ്പമാണല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ റെഡ് കളർ ആവുമ്പോൾ നല്ല കാണാനൊരു ഭംഗിയാണ്, അതിനു വേണ്ടി. അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. കുറച്ച് ഏലക്കായും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വളരെ ചുരുങ്ങിയ സമയമുണ്ട്. പക്ഷേ നമ്മൾ അരി ഓവർനൈറ്റ് കുതിർത്തി പിന്നെ അരച്ചെടുക്കണം, നല്ലപോലെ കഴുകിയിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 4-5 മണിക്കൂർ അത് ആ മാവ് മിക്സ് ചെയ്തതിന് ശേഷം വയ്ക്കണം. എന്നാലേ അതൊന്ന് നല്ല ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുള്ളൂ, പൊങ്ങി വരുള്ളൂ. എന്നിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇനിയും ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, ചെറിയ പൊടിയായിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര. ഇതിൽ മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശർക്കര ഉപയോഗിച്ചാലും മതി. പക്ഷെ ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1/3 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മധുരം പോരായ്മ വരികയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഇനിയും വെള്ളത്തിന്, ഇത് അരയ്ക്കാനായിട്ടുള്ള വെള്ളത്തിന് പകരം ഞാനിവിടെ തേങ്ങ ഉടച്ചതിൽ നിന്ന് കിട്ടിയ വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു തേങ്ങ ഉടച്ച വെള്ളം കിട്ടിയിട്ടുണ്ട്. കരിക്കായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് 1/2 കപ്പ് തേങ്ങ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ഞാൻ ഏലക്കയാണ് ചേർക്കുന്നത്. ഒരു 6 ഏലക്കയുടെ ഉള്ളിലുള്ള കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മാവ് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് തരി കുറുക്കി ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ മാവ് തന്നെ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി വെക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിത് മിക്സിയിൽ നിന്ന് ഒഴിച്ചു വയ്ക്കാൻ പോവാണ്. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്കൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത്രയും മതിയാവും. ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇഡലി പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു പ്ലേറ്റ്, കുറച്ച് ഹൈറ്റുള്ള ഒരു പ്ലേറ്റ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാവ് ഒഴിക്കണം. ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ചെറി കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, മുകളിൽ കുറച്ച് ചെറി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ നിന്ന്. ഇത് ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്.
നമുക്കൊന്ന് നോക്കാം, കഴിച്ചു നോക്കാം. ഉണ്ടോ? നല്ല സോഫ്റ്റാണ്. ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് മധുരം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് എനിക്ക് ഇത്രയും വരെ എത്താൻ പറ്റിയത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ ഹെൽപ്പും നിങ്ങളുടെ ഫീഡ്ബാക്കും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പോൾ അതെല്ലാം എനിക്ക് വേണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.